that the early records are not myths, but that they refer to another location that fits all of these descriptions. I believe that Muhammad was born and raised in another place, and that Muslims are facing the wrong direction when they pray. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ വസ്തുതാപരമോ അല്ലെങ്കിൽ ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ 12 എപ്പിസോഡുകൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ഓരോ എപ്പിസോഡുകളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മക്ക ഓർ ബെക്ക എന്ന വിഷയത്തിൽ നമ്മൾ മസ്ജിദ് അൽ ഹറാം എന്നെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം കാബ ആൻഡ് ബ്ലാക്ക് സ്റ്റോണിനെ കുറിച്ച് ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ മറുവ ആൻഡ് ദ സാഫനെ കുറിച്ച് ചിന്തിച്ചു. സംസം വെല്ലിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ, അതായത് മക്ക എന്ന വിഷയത്തിലുള്ള സബ്ജക്റ്റിൽ ജിയോളജി ഓഫ് ദ ലാൻഡ് ഇൻ മക്ക, അതായത് അവിടെ കുറച്ച് കാര്യങ്ങളിൽ ഖുർആൻ റെഫറൻസുകൾ പറഞ്ഞിരിക്കുന്നത് അവിടെ 2 വാലികൾ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ഖുർആൻ്റെ റെഫറൻസുകൾ കൂടെ നോട്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് എ സ്ട്രീം നോട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ദ റൂയിൻസ് ആൻഡ് പില്ലർ ഓഫ് സാൾട്ട് വിത്ത് ഫീൽഡ്സ്, ട്രീസ്, ഗ്രാസ്, ഫ്രൂട്ട്സ്, ക്ലൈൻഡ് ലോങ്. അടുത്ത് ഒലീവ് ട്രീസ് ഉണ്ടായിരുന്നിരിക്കുന്നു. വിത്ത് മൗണ്ടൻസ് ഓവർലുക്കിംഗ് ദ കാബ. ഈ സവിശേഷതകളിലൂടെ നമ്മൾ ഇത് പെർഫെക്റ്റ്ലി ഫിറ്റാകുന്നത് സൗദി അറേബ്യയിലെ മെക്കയ്ക്കാണോ അല്ലെങ്കിൽ ബെക്ക എന്നൊരു സ്ഥലത്തിൻ്റെ പേരല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വളരെ ഭീകരമായിട്ടുള്ള എർത്ത് വൈക്കുകൾ പെട്രയിൽ സംഭവിച്ചുകൊണ്ട് ഒരു വീപ്പിംഗ് പ്ലേസ് എന്നൊരു രീതിയിലാണ് ബെക്ക എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മസ്ജിദ് അൽ ഹറാം ഇന്ന് സൗദിയിൽ മെക്കയിലല്ല, അത് പെട്രയിലായിരുന്നു എന്ന് നമ്മൾ ഈ വിഷയത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ കാബ ബ്ലാക്ക് സ്റ്റോൺ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. പെട്രയിലുണ്ടായിരുന്ന കാബ തളർത്തതിന് ശേഷം ബ്ലാക്ക് സ്റ്റോൺ അവിടുന്ന് എടുത്തു മാറ്റി അത് പിൽക്കാലത്ത് കൊണ്ടത് മക്കയിൽ സ്ഥാപിച്ചു. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ മുൻ എപ്പിസോഡുകളുണ്ട്. അതുപോലെ തന്നെ മറവ സാഫ് എന്ന് പറയുന്നത് 2 മൗണ്ടൻസിൽ, അതായത് ഇസ്മായിലിനെ അബ്രാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആഗർ കുഞ്ഞ് വെള്ളമില്ലാതെ കണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് മരുപ്പച്ച കണ്ടുകൊണ്ട് ഒരു സഫ എന്ന മൗണ്ടനിലേക്ക് കയറി പോകുന്നതും അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. എന്നാൽ അവിടെ നോക്കുമ്പോൾ മറവ എന്ന മൗണ്ടനകത്ത് വെള്ളമുള്ളതായിട്ട് മരുപ്പച്ച കാണുന്നു. അവിടെ തിരിച്ചു വരുന്നു. അങ്ങനെ 7 ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകും, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ പിന്നീട് ദൈവം അവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്തു. അതിനാണ് സംസം വെൽ എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ നറേഷൻസിനകത്ത് ബേർഷെബ മരുഭൂമിയിൽ കറങ്ങിയെന്നാണ്. ബേർഷെബ ഇസ്രായേലിലാണ്. മക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് 1386 കിലോമീറ്റർ ഇന്ന് ലേറ്റസ്റ്റ് റോഡ് മാർഗമുണ്ട് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഒരിക്കലും എബ്രോണിലായിരിക്കുന്ന അബ്രാമിൻ്റെ ഭവനത്തുനിന്ന് ഹാഗറിനെയും ഇസ്മായിലിനെയും പുറത്താക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ മരുഭൂമിയിൽ കൂടെ 1386 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്നത് തീർത്തും പ്രായോഗികമല്ല. എന്നാൽ ഈ കാബയെ അബ്രാഹും ഇസ്മായിലും കൂടെ കാബയെ നിർമ്മിച്ചു എന്നാണ് മറ്റൊരു ക്ലെയിം ഖുറാനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാബ നിർമ്മിക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാബ നിർമ്മിക്കുന്ന സമയത്ത്, റീബിൽഡ് ചെയ്യുന്ന സമയത്ത് അബ്രാമിൻ്റെ കൂടെ ഇസ്മായിലുണ്ട്. അപ്പോൾ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ മറവയും സാഫയും എന്ന് പറയുന്ന ഈ സംസം വെൽ എന്ന് പറയുന്നത് വിത്തിൻ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ആദാമിനെ ഹവീനെ പുറത്താക്കിയത് മക്കയിലേക്കാണെന്നും അബ്രാം അല്ലെങ്കിൽ ഷേത്ത് അബ്രാം തുടങ്ങിയ എല്ലാവരും അവിടെയാണ് ഹ്യൂമാനിറ്റിയുടെ സിവിലൈസേഷൻസ് ആരംഭിച്ചതെന്നും പറയുമ്പോൾ അവിടെ അടുത്തൊക്കെ വീടുകൾ കാണണം. അവിടെ വീടുകൾക്കാണെങ്കിൽ ഈ ഹാഗറിന് മറവയിലേക്കോ അല്ലെങ്കിൽ സാഫയിലേക്കോ മൗണ്ടൻസ് കയറാൻ പോകേണ്ട ആവശ്യമില്ല. ഈവൺ അബ്രാമിൻ്റെ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ മറ്റു പല വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡെസേർട്ടിലേക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത്
അബ്രാഹാം കാബ നിർമ്മിച്ച സമയത്ത് അബ്രാഹാം ഇസ്മായിലും കൂടെ റീബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹിസ്റ്ററി യോജിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ മുൻ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഹിസ്റ്ററി സ്റ്റോറികൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് യോജിച്ചു വരണ്ടേ? എന്നാൽ ബൈബിളിലെ ഓരോ നറേഷൻസും കൊടുത്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത് ഏകദേശം 1400 വർഷങ്ങളുടെ ഗ്യാപ്പുകളിൽ വിവിധ ലാംഗ്വേജുകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരിൽ എല്ലാം പ്രവർത്തിച്ചത് ഒരേ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു വാക്യം മറ്റൊരു വാക്യത്തോട് കോൺട്രാഡിക്റ്റഡ് ആവുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റുടെ അവതരണത്തിൽ വേണമെങ്കിൽ ഡിഫറൻസുകൾ വരാം, പക്ഷേ തീമിനകത്ത് ഡിഫറൻസ് ഇല്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഈ ജിയോളജി ഓഫ് ദ ലാൻഡ് ഓഫ് ദ മെക്ക എന്ന് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ മെക്കയിലാണോ 2 വാലി ഉണ്ടായിരുന്നത്, അതോ പെട്രയിലാണോ? ഈ സ്ട്രീം നദി ഉണ്ടായിരുന്നത് മെക്കയിലാണോ അല്ലെങ്കിൽ പെട്രയിലാണോ? അതുപോലെ തന്നെ ഫീൽഡ്സ്, ട്രീസ്, ഗ്രാസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ക്ലേ ലോം ഉണ്ടായിരുന്നത് പെട്രയിലാണോ മെക്കയിലാണോ? ഒലിവ് ട്രീസ് ഉണ്ടായിരുന്നത് മെക്കയിലാണോ പെട്രയിലാണോ? പ്രധാനപ്പെട്ടത് മൗണ്ടൻസ് ഓവർലുക്കിംഗ് ദ കാബ. ഇവിടെ മക്കയിലുണ്ട് 2 പാറകൾ ഏകദേശം 13 അല്ലെങ്കിൽ 20 അടിക്ക് താഴെ ഹൈറ്റുള്ള പാറകൾ. അവിടെ ജദ്ദയിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള ഒരു അറബി തന്നെ, അവൻ ക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് അൽഫാദി വിവരിക്കുന്നത്, ഞാൻ അവിടെ പോയിട്ടുള്ള വിവരിക്കുന്നത് കൂടി വന്നാൽ 10-13 മിനിറ്റ് കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഓടിക്കളിക്കും. അതുകൊണ്ട് ഫെൻസ് ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അതും ഈ കാബയുടെ ആ ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ സ്റ്റോറികളൊന്നും ഒന്നിനോടൊന്നും പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ ഇതെല്ലാം പെട്രയിൽ പൊരുത്തപ്പെടുന്നതാണ് ആർക്കിയോളജിസ്റ്റ് ഡാൻ ജിപ്സം പറയുന്നത്. അതുപോലെ തന്നെ ജദയില, തൊട്ടടുത്ത സ്ഥലം ജദയിലാണ് ഈ അടുത്ത സ്ഥലം. അവിടെ ജനിച്ചു വളർന്നവനായ ഒരു വ്യക്തി മാനവജാതിക്ക് വേണ്ടി യേശു ക്രിസ്തു അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് അവൻ നേരിട്ട് വെളിപ്പെട്ട് അവൻ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ആ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. നാം മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇസ്ലാം ഇല്ലെന്നല്ല സ്ഥാപിക്കുന്നത്. മക്കയിൽ, അതായത് AD 741 തുടങ്ങി അബ്ബാസിഡ്സ് കിങ്ഡം രൂപപ്പെടുത്തി, അവിടെ പൊളിറ്റിക്കൽ മോട്ടിവേഷന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തത് മക്കയിൽ പറയുന്ന മുഹമ്മദോ, അതായത് AD 610 തുടങ്ങി 632 വരേക്കും മക്കയിൽ വെളിപ്പാടുകൾ ലഭിച്ചെന്ന് പറയുന്ന മുഹമ്മദോ, അതുപോലെ മക്കയിൽ പറഞ്ഞിരിക്കുന്ന ഈ ജിയോളജിക്കൽ കാര്യങ്ങളോ, മക്കയിൽ പറഞ്ഞിരിക്കുന്ന മസ്ജിദ് ഹലാറാമോ, മക്കയിൽ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാബയും ബ്ലാക്ക് സ്റ്റോണോ അല്ലെങ്കിൽ മറവിൻ സാഫയോ സംസം വെല്ലോ വാസ്തവത്തിൽ ഇവിടെയില്ല. അതുകൊണ്ട് മക്കയിൽ നിന്ന് ഉരുവായിരിക്കുന്ന ഇസ്ലാം അത് വ്യാജമാണെന്നാണ് പറയുന്നത്. ഇസ്ലാം ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സത്യത്തെ അന്വേഷിക്കുന്ന ഇസ്ലാം സഹോദരന്മാർ, സ്നേഹിതന്മാരോട് പറയുന്നത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ക്രിസ്ത്യൻ വിശ്വാസികളോട് പറയുന്നത്, ഈ ഇസ്ലാം ആരംഭിച്ചത് മക്കയിൽ നിന്നല്ല പെട്രയിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഖുരേഷി വംശം പെട്രയ്ക്ക് സമീപമായിരുന്ന സ്ഥലത്ത് 27 കിലോമീറ്ററിന് അടുത്താണെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഖുരേഷി വംശനായ മുഹമ്മദ് ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ഏത് ദിശ നോക്കി പ്രാർത്ഥിച്ചിരുന്നു, ഏത് ദൈവത്തെയാണ് വിളിച്ചിരുന്നത്? പെട്രയിലെ മുഖ്യമായിരുന്ന അൽ ദുഷാരയുടെ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞു. അൽ ദുഷാരയുടെ ജനറിക് നെയിമാണ് അൽ ഇൽഹ എന്നുള്ളത്. അപ്പോൾ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അൽ ഇൽഹ എന്ന് പറയുമ്പോൾ അള്ള എന്നായി. അതിന് വൈഫ്, അതായത് വേറൊരു ടെമ്പിൾ അടുത്തുള്ളത് ഒരു ഫിമെയിൽ ടെമ്പിൾ, അത് അൽ ഹുസ, അതിൻ്റെ 2 പെൺമക്കളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ജോർദാനിയൻ്റെ ഈ പെട്രയിലെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ മോസ്റ്റ് സ്യൂട്ടബിളാകുന്ന അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിധിക്കുകയല്ല, മക്കയിൽ അതിനോട് ആസ്പദമാക്കിക്കൊണ്ട് അബ്ബാസിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോറികൾ ഒന്നിനോടൊന്നും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് മുസ്ലിം സ്നേഹിതർ, മത തീവ്രവാദമുള്ളവർ, സ്നേഹിക്കുന്നവർ സത്യം അന്വേഷിക്കട്ടെ. മക്കയിലാണ് വാസ്തവം നടന്നത്. ആർക്കിയോളജിക്കൽ സർവേകൾ, ഹിസ്റ്ററികൾ, മാനുസ്ക്രിപ്റ്റുകൾ ഇതെല്ലാം പരിശോധിച്ച് നിങ്ങളുടെ സ്കോളേഴ്സിനോട് തന്നെ ചോദിക്കൂ. നിങ്ങൾക്ക് തന്നെ ഇത് വിഷയം വരുന്നത് നമ്മുടെ എറ്റേണൽ ലൈഫ് എവിടെയായിരിക്കും,
ഈ ശരീരത്തിലിരിക്കുന്നതോളം നമുക്ക് മതങ്ങളെക്കുറിച്ച് പറയാൻ വാദിക്കാം, വിവാദിക്കാം. ഒരു മതം ഓരോരുത്തരും രക്ഷിക്കാൻ പോകുന്നില്ല. Unless otherwise you are created God. That is Jesus Christ. ഡിവൈൻ ജസ്റ്റിസ് അല്ലെങ്കിൽ ദൈവിക ഭരണകൂടം, കോടതി എന്ന് നല്ല ഭാഷയിൽ പറഞ്ഞാൽ, പാപം ചെയ്ത മനുഷ്യൻ്റെ മേലുള്ള ശിക്ഷ ഇളവ് ചെയ്യണമെങ്കിൽ അതിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന ഒരു സാക്രിഫൈസ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷണൽ സാക്രിഫൈസ്, അറ്റോൺമെൻറ്റ് നടന്നിരിക്കണം. അല്ലാത്തോടത്തോളം ഡിവൈൻ ഗവൺമെൻറ് നിലനിൽക്കുകയില്ല. ഒരു മതങ്ങളോ ഒരു ദൈവങ്ങളോ അറ്റോൺമെൻറ്റ് കൂടാതെ പാപം ക്ഷമിച്ചാൽ ആ മതം ദൈവരാജ്യത്തിലേക്കല്ല വിളിക്കുന്നത്, ആ ദൈവം പിന്നെ ദൈവമല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഹ്യൂമൻ ഗവൺമെൻറ്റിലും ചിന്തിച്ച് നോക്കൂ. ചെയ്യുന്ന തെറ്റുകൾക്ക് കോടതി ശിക്ഷ വിധിക്കാതെ എല്ലാ തെറ്റുകൾക്കും ഇളവ് ചെയ്ത് വിട്ടാൽ, കൊലപാതകമാകട്ടെ, മോഷണമാകട്ടെ, വ്യഭിചാരമാകട്ടെ, അതിക്രമങ്ങളാകട്ടെ, സ്ത്രീകളുടെ മേലുള്ള ആക്രമണങ്ങളാകട്ടെ, ബലഹീനനെ ബലവാൻ ദുരിച്ച് അവന് കവർന്നെടുക്കുക, അങ്ങനെയുള്ള അതിക്രമങ്ങൾ ക്ഷമിച്ച് വിടുന്ന ഒരു ഗവൺമെൻറ് സ്ഥാനാധിപതിയാണ് ഒരു രാജ്യം ഭരിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് എന്താ നടക്കുന്നത്? അധർമ്മം വരും. നീതി നടക്കുമോ? അതിനല്ലേ നിയമവ്യവസ്ഥയെ, ആ നിയമവ്യവസ്ഥയെ പരിപാലിക്കാൻ അധികാരികളെ വെച്ചിരിക്കുന്നതും കോടതികളെ വെച്ചിരിക്കുന്നതും. നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ് പോലെയാണോ ഡിവൈൻ ഗവൺമെൻറ് നിൽക്കുന്നത്? അതുകൊണ്ട് തുടർന്നുള്ള ഈ ജിയോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ച് കൊണ്ട് ചിന്തിച്ചിട്ട് യു ജസ്റ്റ് ജഡ്ജ് ഇറ്റ് വെദർ ഇറ്റ് ഈസ് ഇൻ മെക്ക ഓർ പെട്ര. ഇഫ് ഇറ്റ് ഈസ് ഇൻ പെട്ര, ദെൻ മുഹമ്മദ് അല്ലെങ്കിൽ ഖുറൈഷി ഫാമിലി ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ റിലീജിയൻ്റെ ആരംഭം? എന്താണ് അബ്ബാസിസ് ഈ 741 AD തുടങ്ങി ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ? ഇസ് ഇറ്റ് എ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഓർ റിലീജിയസ് മോട്ടിവേഷൻ? ജസ്റ്റ് തിങ്ക്. ഇറ്റ്സ് അപ് ടു യുവർ പേഴ്സണൽ സോൾ ആൻഡ് ഇറ്റ്സ് എറ്റേണൽ ലൈഫ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. And he came home with dirt on his hands. He went into his first wife and said, "Lie with me." But she refused because he was dirty. So he went out, washed off the soil, went into his next wife, Amina. She conceived, and in this way, Muhammad was born. What is important to us about this story is that all of the early writers use the same word for the dirt on Abdullah's hands. They all use an Arabic word for soil, especially the soil of a cultivated plot or field. The problem is, there is no cultivatable land near Mecca. However, when we come to Petra, we discover that Petra had water, fields, and trees. According to archaeologists, there were private and public gardens, as well as running water brought into the city through aqueducts and clay pipes. Archaeologists have described fruit trees, grapes, and gardens existing in ancient Petra. Even today, there are cultivated plots of land between Petra and El Beida, which is 5 kilometers away. By analyzing ancient soil, researchers have discovered that only 100 years ago, the hills around Petra were covered with trees, including oak, juniper, pistachio, and carob. Not only did the holy city have trees and fields, it was also a walled city. Ibn Ishaq says, and they surrounded him by the walls of Mecca. Now this is very puzzling because Mecca had no city walls. Some think perhaps this was a house in Mecca, but Ibn Ishaq specifically says the walls of Mecca. But Mecca was not a walled city. So what about Petra? Petra was built. وتسمى هذه المدينة اللي هي مكة بأم القرى في القرآن. أم القرى هي الاسم هذا المفروض يطلق على مدينة مبهرة، مدينة فيها آثار، مدينة فيها لها أسوار، مدينة يعني كبيرة معروفة. The Prophet Muhammad would go forth for his affairs and journey far afield until he reached the glens of Mecca and the beds of its valleys. Aisha, Muhammad's wife, mentioned how one of the men was longing for Mecca. Would that I but stay overnight in a valley filled with various kinds of grass? When we came to Mecca, we saw a town blessed with water and trees, and delighted with it, we settled there. Al-Bukhari speaks of a prisoner
who was eating grapes while he was chained in irons. And he says, "This was not the time of fruit in Mecca." It's hard to believe that these things were written about Mecca. The area around Mecca is all rocks and desert. Mecca averages less than 10 centimeters of rain per year. With its extremely hot temperatures and barren conditions, this is scarcely enough to grow any vegetation at all, let alone grow enough food to support a large population. Yet the holy city of Islam is described as having fields with trees and grass and soil. But there's no cultivatable land near Mecca. It doesn't match the ancient descriptions. Ibn Ishaq mentions that the people of Mecca were reluctant to cut down trees in the sacred area. The presence of trees and plants in ancient times can be easily tested by the presence of spores and pollen in undisturbed ancient soil. To date, there is no record of trees having ever existed in ancient Mecca. Is that the city of Mecca is missing on all early maps of Arabia. One would expect that a major merchant city would be mentioned on early maps, but not one shows Mecca before the time of Islam. Over the years, I have gathered copies of many ancient maps of Arabia. I have diligently translated them, but never once did I find Mecca mentioned on a map before Islam. Did you know that the name Mecca does not appear in any literature prior to 740 AD? That's 120 years after the founding of Islam. Don't you find it puzzling that for the first 120 years of Islamic history, none of the surrounding nations knew anything about the existence of Mecca?